10-20 കോടി വന്നു എന്നാണ് കേൾക്കണേ. അതിൽ 6 കോടി സംതിങ് വൈറ്റ് മണി ആയിട്ടും ബാക്കിയൊക്കെ ബ്ലാക്ക് മണി ആയിട്ടും ആണ് വന്നതെന്നാണ് ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണത്. അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യണ കാരണം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ. പിന്നെ പല സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്ത് MBBS കഴിഞ്ഞില്ലേ MDക്ക് പോകണില്ല എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് അവളെ MBBS ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ്. ആക്ടർ ബാല എലിസബത്ത് ഇഷ്യൂ. എലിസബത്ത് എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എലിസബത്തിന്റെ വീഡിയോയിൽ എലിസബത്ത് അവസാനമായിട്ട് ഇന്നലെ രാത്രി ഇട്ടൊരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് എലിസബത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും അവർക്കറിയാവുന്ന ആ ഒരു വ്യക്തിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് വരാൻ പോവാണ്. അതായത് അജു അലക്സിന്റെ ആ ഒരു ചെകുത്താന്റെ ഇഷ്യൂ അടക്കം എന്തൊക്കെയാണ് ശരിക്കും ബാലയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് എലിസബത്ത് കണ്ടത് എന്നുള്ള കാര്യങ്ങൾ എലിസബത്ത് തുറന്നു പറയാൻ പോവാണ് എന്നാണ് പറയുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എലിസബത്ത് അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നാളെ എലിസബത്തിന് സംഭവിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാതെ പോകുന്ന രീതിയിലേക്ക് വരരുത്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പുറത്തറിയിക്കുക എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ എലിസബത്തിന് നാളെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ ഈ ഒരു എന്താ പറയുക വ്യക്തിയുടെ കൂടെ ഇപ്പം നിൽക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ഏറ്റവും കണക്ഷനുള്ള ഒരു കാര്യമാണ് ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ആരാണ് ഈ കെ എന്നുള്ളത്. നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ എലിസബത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഈ ഒരു കെ കാരണമാണ് ഇത്രയും നാള് എന്താ പറയുക ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം വിഷമാണ് ആ ഒരു വ്യക്തി എന്നുള്ളത്. അതായത് ഈ കസ്തൂരി എന്ന് പറഞ്ഞിട്ട് ഈ കമന്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു വ്യക്തിനെ കുറിച്ച് ഇതിലും നമ്മുടെ എലിസബത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കേട്ടു നോക്കാം. ഹായ്, എലിസബത്ത് ആണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അക്കൗണ്ടിൻ്റെ കമൻറ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അതിനൊപ്പം കുറച്ചൊപ്പം നടന്ന കാര്യങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ, ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടതുണ്ട്. ഇന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജു അലക്സിൻ്റെ കേസ്, ചെകുത്താൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണത്. അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യണ കാരണം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ. ഇവരുടെ കമൻറ്റുകൾ കണ്ടാലും അതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഫേക്ക് കമൻറ്റ്സുകൾ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ കുറേ ശത്രുക്കളുണ്ടല്ലോ. അപ്പോൾ ആ ശത്രുക്കൾ പലതും ചിലപ്പോൾ ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ അവളത് ഈ കമൻറ്റ് വെച്ചിട്ടും വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ വെച്ചിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന കുറേ കമൻറ്റുകളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫിൽ ഇന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾ. അപ്പോൾ ആ ഇഷ്ടപ്പെട്ട ആൾക്ക് പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് ഉപകാരത്തിനല്ല, ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തോണേ. സോ ആ ഉപദ്രവമാണ് ഇതിലൊക്കെ കാണുന്നത്. അപ്പോൾ എന്നെ മനസ്സിലാക്കാത്ത ആൾക്കാർ ഓക്കെ ഒരു ഫിലിം സ്റ്റാറിനെ കെട്ടാനുള്ള യോഗ്യതയില്ല, കാണാൻ ഭംഗിയില്ല, അതൊന്നും ഇന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയല്ല. സോ അങ്ങനത്തെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടു. അതൊന്നും എടുക്കാണ്ട് ഇവരുടെ മാത്രം കമൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണൽ വരുന്ന PR വർക്ക് മാത്രമല്ല, പേഴ്സണലി ഇവരുടെ പല വീഡിയോകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയയിലാണ് നമ്മളാരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സോ ഓക്കെ, നമുക്ക് ആദ്യത്തെ കമൻറ്റിലേക്ക് കിടക്കാം. ഇഫ് യു വിഷ് ഹിസ് liver to stop working, either you or your family member heart might stop working. That's what hate does. So put your brain to work and think positive. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഗുണ്ടായിസ് ഇതൊക്കെ വിട്ടിട്ട് കൂടോത്രം തുടങ്ങിയിട്ടുണ്ടോന്നാണ്. കാരണം ഒരു 10-30 ദിവസം മുമ്പ് എൻ്റെ ഡാഡിക്ക് ചെസ്റ്റ് പെയിൻ വന്ന് നോക്കുമ്പോൾ 3 ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര സിവിയർ ആയിരുന്നു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മാത്രമല്ല കൂടോത്രത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പല തരത്തിൽ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികൾ വേറി. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, അവർ ഗുണ്ടായിസം വിട്ടിട്ട് വേറെ പരിപാടിക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നി. ഈ കമൻറ്റ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന കസ്തൂരി എന്ന് പറയുന്ന കെ ഇത്രത്തോളം നമ്മൾ ഈ പുറത്ത് കാണുന്ന ആളല്ല. ഉള്ളിൽ നല്ല രീതിയിൽ അഭിനയിക്കുകയാണെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നന്നായിട്ട് അഭിനയിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്താക്കി. അത് മാത്രമല്ല, എന്നിട്ട് ഈ എലിസബത്തിനെ ആണെങ്കിലും ബാക്കിയുള്ളവരെ ആണെങ്കിലും
മര്യാദക്ക് ജീവിക്കാൻ പോലും വിടില്ല എന്നുള്ള രീതിയിൽ വീണ്ടും പിന്തുടർന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടിട്ട് അത്രയും പ്രൊവോക്ക് ചെയ്യാണ്, അത്രയും ഉപദ്രവിക്കുകയാണ്, അത്രയും ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഒരു കപട മുഖം തന്നെയാണ് എന്തായാലും എലിസബത്തിന്റെ ഈ ഒരു വീഡിയോസ് വന്നതോട് കൂടിയിട്ട് പൊളിഞ്ഞു. അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആരാണ് കെ എന്നും എന്താണ് എന്താ പറയുക ഇവിടെ നടക്കുന്നതെന്നും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് എലിസബത്ത് ഇതിൻ്റെ അകത്ത് കൂടോത്രം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ മലയാളികളോട് അത്രയും പുച്ഛവും വെറുപ്പുമാണ്. അത് അവരുടെ കമന്റിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ഈ എലിസബത്തിന്റെ അച്ഛനും കാര്യങ്ങൾക്കൊക്കെ വയ്യാണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കൂടോത്രം കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് എന്ന് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം. അതുപോലെ തന്നെ എലിസബത്തിനെ തന്നെ ഇങ്ങനെ പൂജ ചെയ്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ഉപദ്രവിക്കാനും കാര്യങ്ങളൊക്കെ നോക്കിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അജു അലക്സ് നമ്മുടെ ചെകുത്താനൊരു കേസ് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ചെകുത്താനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ആ സമയത്തെ ചെകുത്താനെ എല്ലാവരും ഭയങ്കരമായിട്ട്, അതായത് ചെകുത്താൻ വട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് തള്ളി. പക്ഷെ ചെകുത്താൻ പറയണ പല കാര്യങ്ങളും ശരിയായിരുന്നു എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ എലിസബത്തിന്റെ ഒരു കാര്യം. എലിസബത്തിനെ പറ്റിയിട്ടൊക്കെ അന്നേ എന്താ പറയാ പല വീഡിയോസിലും ചെകുത്താൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. അവിടെ എന്തൊക്കെയോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ എന്താ പറയാ ഈ ഒരു എലിസബത്തിന്റെ അടുത്ത് ബാല പെരുമാറുന്നത് പല തവണ ചെകുത്താൻ കാണുകയും ചെകുത്താൻ ആ രീതിയിൽ അത് എന്താ പറയാ പിന്നീട് ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആറാട്ടണ്ണൻ ഇതിനെ പറ്റിയിട്ട് പുറത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആറാട്ടണ്ണനെ പോലുള്ളവർ വന്ന് പറയുന്ന സമയത്ത് ആറാട്ടണ്ണനെ എന്തുകൊണ്ടാണ് ആൾക്കാർ വിശ്വസിക്കാത്തതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പറയും പിന്നൊന്ന് മാറ്റി പറയും എന്നുള്ള രീതിയിലേക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിലേക്ക് ആദ്യമേ ഈ ഒരു വ്യക്തി തന്നെ എന്താ പറയാ ആറാട്ടണ്ണനെ ആ രീതിയിലേക്ക് മാറ്റി ആൾക്കാരുടെ മുൻപിൽ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആദ്യം വന്നിട്ട് ആറാട്ടണ്ണൻ സത്യമൊക്കെ പറയും, പക്ഷെ ഈ ഒരു വ്യക്തിയെ പേടിപ്പിച്ചിട്ട് പിന്നീട് അതൊക്കെ സത്യമല്ല എന്നുള്ള രീതിയിൽ പറയിപ്പിക്കും. അപ്പൊ പുറത്തുനിന്ന് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇന്ന് ഇത് പറഞ്ഞു നാളെ വേറെ പറയും എന്നുള്ള രീതിയിലേക്ക് ആ ഒരു വ്യക്തിനെ ഒരു എന്താ പറയാ വിശ്വാസയോഗ്യ അല്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുത്തു. അപ്പൊ ആ വ്യക്തി നാളെ വിട്ട് പല സത്യങ്ങൾ പറഞ്ഞാലും ആരും വിശ്വസിക്കാത്ത രീതിയിലേക്ക് ആക്കി. പക്ഷെ അത്യാവശ്യം ബുദ്ധിയുള്ളവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയിട്ട് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും ഞാനിവിടെ എലിസബത്ത് പറയണ ബാക്കി കാര്യങ്ങൾ കൂടി വെക്കാം, നിങ്ങൾ അതുകൂടി ഒന്ന് കേൾക്കാം. എന്നിട്ട് എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? കൂടുതൽ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ കാര്യം പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യം. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. കാരണം ഓക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പേടിച്ചിട്ട് ചെയ്തു. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വേറെ ഒരു ഇതായിട്ട് പോയിട്ടടക്കം എൻ്റെ പിന്നാലെ വന്നിട്ട് പല നെഗറ്റീവ് ആൾക്കാരെ കൊണ്ടും എൻ്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മളെല്ലാം പറഞ്ഞ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ലീഗലി കൊടുക്കാം എന്നുള്ള കാര്യം, ലീഗലി കൊടുക്കാം. പക്ഷേ അതിനൊക്കെ അറിയില്ല എനിക്ക് എന്താ അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഞാൻ ലോയറിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറയണു. കേസിന് അത്ര സ്ട്രോങ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെറ്റ്സ് ഉണ്ടാവണം, അങ്ങനെ ഇങ്ങനെ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ നമ്മൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അത് ചെയ്യണത്. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടി കിട്ടുന്നതാണല്ലോ, അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അടി കിട്ടുന്നത്, ക്യാമറ ഫോക്കസിലല്ലോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തെളിവുകൾ ഇല്ല. അടി കിട്ടിയാൽ എനിക്ക് ഞാനപ്പോൾ കേസ് എടുക്കാതെ ഞാൻ ആകെ ചെയ്ത് പാലാരിവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല. അത് ഞാൻ ചെയ്തിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു സ്നേഹമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലിവർ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ അതെന്താണാവും അന്നെന്തോ കൊടുക്കാൻ തോന്നിയില്ല, ചിലപ്പോൾ അതും പേടിച്ചിട്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നുണ്ടാവുക. ഓക്കെ അപ്പോൾ ആ കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ്. കാശുണ്ട്, മനീൻ്റെ പവറുണ്ട്. ഞാൻ പല സമയത്ത് ഗുണ്ടകൾ വരുന്ന കണ്ടുണ്ട്, പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടുണ്ട്, പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്ന കണ്ടുണ്ട്. മാത്രമല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ്, ആ കേസിൽ ഈവൻ ഇപ്പോൾ IAS പഠിക്കാനുള്ള ഒരു കേസൊക്കെയാണെന്ന് പറഞ്ഞാൽ അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത്. അത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ അത്ര സീക്രട്ടായിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ 6 മാസം മുമ്പ് ഇങ്ങേർക്ക് ഒരു SP ഇയാളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ കട്ട് ചെയ്യണം, ഇന്നെ വിളിക്കേണ്ട, നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണോ എന്നറിയില്ല. കാരണം 100% സംസാരിക്കുന്നതിൽ 80% മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുപോലെ പൊങ്ങച്ചൻ പറഞ്ഞാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കേണ്ട. കാരണം സീക്രട്ടായിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ്. കാരണം SP റാങ്കിലുള്ള ഒരാൾ ഇതൊക്കെ വിളിച്ച് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്.
ഓക്കെ, ആ കേസ് നടക്കുന്ന സമയത്ത് അന്ന് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഇന്ന് എല്ലാ ന്യൂസ് ചാനലിലും കൊണ്ടുപോയി പിടിച്ചിട്ട് ഇരുത്തിയായിരുന്നു. അത് എൻ്റെ ഇഷ്ടത്തിൽ ഇരുത്തിയതല്ല. അന്ന് ഇരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കൂടിയിരിക്കുന്നെങ്കിൽ ഇവരധികം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള ഒറ്റ ഒരു കേസിന് കൊണ്ടാണ് എല്ലാ ഇൻ്റർവ്യൂവിലും എന്നെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിരുന്നത്. മാത്രമല്ല നികേഷ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു ഭാര്യ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു ട്രോളാക്കിയിട്ട് എടുത്ത സംഭവമാണ്. അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മ ഇരിക്കുന്നുണ്ട്, ഇന്ന ഭാര്യ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസുകളാണ്. അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ എനിക്ക് പേടി, അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നതും, അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ എനിക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വീഡിയോകളിൽ പറയാമെന്ന് വിചാരിക്കണം. മാത്രമല്ല ഈ കസ്തൂരിനെ എസ്പെഷ്യലി എടുത്തിട്ട് വെച്ചോണേ. കാരണം ഇത് ഞാൻ വിചാരിക്കുന്നതാണെങ്കിൽ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും ഉദ്ധരിച്ച ഒരാളിൽ വന്ന ഒരാളാണ് ഈ ഒരു, ഞാൻ ഗുണ്ടയൊന്നും പറഞ്ഞില്ല. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റിലാണ് അത് തന്നെ. ഓക്കെ, വെയിറ്റ്. വീണ്ടും അടുത്ത കമൻറ്റ്. ഡു യു തിങ്ക് ബിഫോർ പുട്ടിംഗ് ദിസ് വീഡിയോ ഷീ സേസ് ഇൻ ഹർ പോസ്റ്റ് ഡാഷ് ത്രെറ്റൻ ഹെർ അബൌട്ട് ഹെർ മെൻ്റൽ ഇൽനെസ്. അതെ, മെൻ്റൽ ഇൽനെസ്സിനെ പറ്റിയിട്ട് ത്രെറ്റൻ ചെയ്തു എന്നും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ഐ ഡി എന്ന് വന്ന കമൻറ്റും, ആ കമൻറ്റ് എല്ലാവരും എടുത്തിട്ട് ആരാണ് ആ ഫേക്ക് ഐ ഡി എന്നും ആ ആളും ഇങ്ങനെയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പല വീഡിയോകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ മെഡിക്കേഷൻസ് ഷീ ടുക്ക്. ഓക്കെ, മെഡിക്കേഷൻസ് ഷീ ടുക്ക് ഇവർക്ക് എങ്ങനെ അറിയണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. ഇത്ര കാലം ഞാൻ പ്രഗ്നൻറ്റ് ആവില്ല എന്നാണല്ലോ പറഞ്ഞോണ്. പല തവണയും ഇൻ്റർവ്യൂവിൽ ഞാൻ പ്രഗ്നൻ്റ് ആവില്ല, അവൾക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എവിടെ നിന്നാണോ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻ്റ് എന്ന് മാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇവൾക്ക് പ്രഗ്നൻസി ആവില്ല എന്ന് ഈ ഒരു മനുഷ്യൻ പല ഇൻ്റർവ്യൂകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കിട്ടണമെന്നോ അങ്ങനെയൊക്കെ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ടോ, ഡയറക്ട്ലി പറയുന്നില്ല. ഞാൻ ഡയറക്ട്ലി ഒന്നും പറയുന്നില്ല, അത് ഇൻഡയറക്ട്ലിയാണ് പറയുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷീ ഓൾസോ ഹാസ് പാരനോയോ ആൻഡ് ബിലീവ്സ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഗുണ്ടയാന്ന് വിചാരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നോട്ട്, ഗുണ്ടയാന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പിന്നെ പാരനോയ ഉണ്ടെന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കണം. നിങ്ങൾ സൈക്കാട്രിസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഗുണ്ടയാണോ? ഗുണ്ടയല്ല. നിങ്ങളതിനെ പല സ്ഥലത്തും ഓക്കെ അടുത്ത കമൻറ്റിൽ വരുന്നുണ്ട്. ആ കമൻറ്റ് വരുമ്പോൾ ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഗുണ്ടയാണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് വേറെ സപ്ലയർ ആണോ എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, I am not sure if she has real fear or pretending like that so that she has a reason to validate all the bad things she says about on the video. വീഡിയോയിൽ പറഞ്ഞ പോലെ ബാഡ് തിങ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിയർ ചെയ്യണമാണോ? അത് നിങ്ങളുടെ ഇഷ്ടം, അതെങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. ചിലപ്പോൾ അത് ഫിയർ ആയിരിക്കാം, അത് ചിലപ്പോൾ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അത് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അത് അന്വേഷിച്ചാലേ കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ. അന്വേഷിച്ചാലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് കേസ് കൊടുക്ക്. ഐ എം ജസ്റ്റ് ആൻ ആവറേജ് കമൻറ്റർ ലൈക്ക് എവരി വൺ എൽസ്. പക്ഷേ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം, ക്യാഷിലാണ് സപ്പോർട്ട് ചെയ്തത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷേ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, വെൽ സ്റ്റഡീഡ് ആളാണ്. വീട്ടിലത്തെ കാര്യം അറിയാം, നാട്ടിലത്തെ കാര്യം അറിയാം. അതുപോലെ തന്നെ എന്തുകൊണ്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്, മെഡിക്കേഷൻസ് ടുക്ക്, ഇതൊന്നും ആ കമൻറ്റിൽ ഞാൻ കണ്ടില്ല. ആകെ സൈക്കാട്രിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അതൊക്കെ പറഞ്ഞ് ആൾക്കാരോട് വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റും അതുപോലെ തന്നെ മെഡിക്കേഷൻ ടുക്കൊക്കെ പുള്ളിക്കാരുടെ അഡീഷനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ശരിക്കും ഇല്ല, നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾ കറക്റ്റ് അവരുടെ ആളാണ്. കൊടുക്കാനുള്ള ആൾക്കാർ വേറെ കമൻറ്റുകൾ ഇട്ടുണ്ട്, അതൊന്നും ഞാൻ ഇതിൽ ആദ്യം കാണിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ജസ്റ്റ് ബിക്കോസ് ഹീ ഈസ് എ മാൻ ആൻഡ് സം വാട്ട് വെൽത്തി ഡസൻ മീൻ ഹി ഹാസ് നോ ഫീലിംഗ്സ് ഓർ വാല്യൂ ഓർ ഹാസ് ടു. അങ്ങനെയൊന്നുമില്ല. നല്ല കാശുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങളെ എനിക്ക് ഒരു അച്ഛനും 2 ചേട്ടന്മാരുണ്ട്. അതുകൊണ്ടൊന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ബാക്കിയുള്ളവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നു. ഓൾ ഓവർ ഹെർ സ്പീച്ച് ഷീ ഈസ് എൻ ഏഞ്ചൽ ഹൂ ഡിഡ്ന്റ് ഡു എനി റോങ്. ഞാൻ എവിടെയാണ് ഏഞ്ചലാന്ന് പറഞ്ഞത്? പക്ഷേ ചില ആൾക്കാർ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ഗോൾഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോയിട്ടല്ല, ഇറക്കി വിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂവിൽ വേറെ പല പെണ്ണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് അതറിയാത്ത പോലെ ഇൻ്റർവ്യൂവറും ചോദിക്കുന്നുണ്ട് എലിസബത്തിന് എങ്ങനെയുണ്ട്. എലിസബത്ത് ഗോൾഡാണ്, പക്ഷേ ഞങ്ങളുടെ വിധി ഞങ്ങളെ ഒരുമിച്ചാക്കിയില്ല. ഇഫ് ഷീ വാസ് എൻ ഏഞ്ചൽ വൈ വുഡ് എ ഗായ് ലീവ്? പുള്ളിയുടെ വീട്ടിലാണ് ഇല്ലേ, എവിടുന്നാണ് ലീവ് ചെയ്തത്? At one point she says she is the one who left him. Anyway, it's clear she has some serious mental illness. Oh my god. നിങ്ങൾക്ക് സൈക്കാട്രിയിൽ ഇതുണ്ടെന്നൊക്കെ. എനിക്ക് ഡിപ്രഷൻ എടുക്കുന്നുണ്ട്, ഞാൻ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അത് ആക്ച്വലി സീരിയസ് മെൻ്റൽ ഇൽനെസ് തന്നെയാണ്. അത് മെൻ്റൽ ഇൽനെസ്സിൽ പെടാത്ത സാധനമൊന്നുമല്ല. സൈക്കാട്രിസ്റ്റ് തന്നെയാണ് അത് കാണുന്നത്. ഹൗ ക്യാൻ എ മാൻ ഓർ വുമൻ ലീവ് എ ലോങ് ടേം ലൈഫ് വിത്ത് സമ്മൺ വിത്ത് മെൻ്റൽ ഇൽനെസ്? അതൊക്കെയറിയില്ല. അത് എന്നോടും ആക്ച്വലി ചോദിക്കണം, അതെങ്ങനെ ഇത്ര കാലം ജീവിക്കാൻ പറ്റിയെന്ന്. Indian law doesn't allow marriage of those with mental illness and Indian medical board doesn't allow doctors with mental illness to practice. Oh my god. നിങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ ബോർഡിലുണ്ടോ? ഇന്ത്യൻ മെഡിക്കൽ ബോർഡിലുള്ള ആൾക്കാരൊന്ന് ആൻസർ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസ്സും കിട്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കലും ഓൾറെഡി എൻ്റെ എൻട്രൻസ് നിർത്തി പിന്നെ എക്സാം എഴുതിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്ത് MBBS കഴിഞ്ഞില്ലേ, MDക്ക് പോകണില്ല എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് അവളെ MBBS ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ്. കാരണം ആദ്യത്തെ ഒരു തവണ ഞാൻ ഇല്ല പുള്ളിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല. തോറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെ തോറ്റു, അത്രേ ഉള്ളൂ. ഞാൻ തോറ്റിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുക, അത് വേറെ കാര്യം. പിന്നെ എനിക്കപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ആഗ്രഹമാണ്. അത് എനിക്കും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇനി വർക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ജോലി ചെയ്തിട്ട് ഇവിടെ കാശ് ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള അത്യാവശ്യം ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അതാലോചിച്ചിട്ട് പേടിക്കും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അയ്യോ ആ പാവഞ്ഞ് പട്ടിണി എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ആ കാര്യത്തിൽ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കേണ്ട. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക.
ഓ മൈ ഗോഡ്, ഡസൻറ്റ് അലൗ ഡോക്ടേഴ്സ് വിത്ത് മെൻ്റൽ ഇൽനെസ് ടു പ്രാക്ടീസ്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒന്ന് IMA ആയിട്ടും അതുപോലെ തന്നെ ബാക്കി കൺസേൺഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ടൊക്കെ ചോദിക്കണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് അല്ലേ കേസ്, സീരിയസ്ലി എനിക്കുള്ള ഡൗട്ട്. അതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് അത് ഞാൻ പറയുന്നില്ല. ഈസ് എലിസബത്ത് ആൻഡ് അമൃത ഫോക്കസ് ഓൺ ബോയ്സ് പ്രോപ്പർട്ടി നൗ? ഓ അങ്ങനെ നിങ്ങൾ തന്നെ ഒരു കമൻറ്റിൽ ഉറപ്പിച്ചേക്കണം. നിങ്ങൾ പറയണോ ലീഗലി മാരീഡ് ചെയ്തിട്ടില്ല എന്ന്. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു ബന്ധമില്ല, അവൾ വെറുതെ കിടക്കാൻ പോയതാണ്. എന്നിട്ട് പറഞ്ഞു പ്രോപ്പർട്ടീനെ ഫോക്കസ് ചെയ്യുന്നുവെന്ന്. രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടല്ലേ ഉണ്ടാക്കുക അങ്ങനെ പ്രോപ്പർട്ടിയിൽ കണ്ണുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾ തന്നെ രണ്ടും അതായത് ഒന്നിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ തന്നെ ഇടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആർ ദേ ഫീലിംഗ് ജലസ് ഓഫ് ദിസ് ഹാപ്പി ലൈഫ്? അത് ഹാപ്പി ലൈഫാണോ? ഞാൻ ആ ലൈഫ് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചത് ഹാപ്പി ലൈഫ് ആണോ എന്ന്. ആർ ദേ വർക്കിംഗ് ആസ് എ ടീം? ഇതുവരെ വർക്കിംഗ് ആസ് എ ടീം അല്ല. വേണമെങ്കിൽ ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബാക്കിയുള്ള സ്റ്റോറി കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയോ? അത് യൂട്യൂബറിനോടാണ്. നിങ്ങൾ അവരോട് കോൺടാക്ട് ചെയ്തിട്ട് സ്റ്റോറി കിട്ടിയോ? കുറേ ആൾക്കാരോട്, കുറേ മീഡിയക്കാർക്ക് ഒരു ബക്കാർഡർ കുപ്പിയും അതുപോലെ തന്നെ എത്ര 5,000 10,000 കൊണ്ട് കൊടുത്തിട്ട് കുറേ യൂട്യൂബേഴ്സിനെ കൊണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ഇടിപ്പിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഞങ്ങൾ നിന്നായിരുന്നത്. ഇനി അതിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ പേര് എനിക്കറിയാം. അപ്പോൾ ഞാൻ അവരൊക്കെ ഇത് കണ്ടിട്ട് തിരിച്ച് ഉണ്ടാക്കാൻ വരുമെന്ന് അറിയില്ല. ഉണ്ടായിക്കോട്ടെ, കാര്യം ഉണ്ടാക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനാണ് വന്നോണേ. ഞാൻ ഈ FB ഡിലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമല്ല എന്ന് മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ഇവരുടെ ആൾക്കാർ ഇത് പൊട്ടിച്ചു, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിട്ട് എൻ്റെ FB ഡിലീറ്റ് ആക്കി. അതായത് പല സത്യങ്ങളും പുറത്തു വരണ്ടായിരുന്ന ആഗ്രഹമുള്ള ആൾക്കാർ അത് ചെയ്തു, അത്രേ ഉള്ളൂ. സീരിയസ്ലി ഡൗട്ട്. നിങ്ങളിങ്ങനെ വിരോധാഭാസമുള്ള കമൻറ്റുകളൊക്കെ ഇട്ടാൽ എന്താ ചെയ്യുക? ഐ വിഷ് യു ടു ഇമോഷണലി ഹീൽ, മൂവ് ഓൺ, ഗെറ്റ് മാരീഡ് ടു റൈറ്റ് പാർട്ട്ണർ ആൻഡ് ലിവ് എ ഗുഡ് ലൈഫ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കമൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവർക്ക് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇവരെന്നെ ഇന്നെ അഡ്വൈസ് ചെയ്യണു റൈറ്റ് പാർട്ട്ണറിനെ കണ്ടുപിടിച്ചിട്ട് ഗുഡ് ലൈഫ് ലീഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഞാനേ കണ്ടു 2-3 ഈ കസ്തൂരിയസിൻ്റെ കമൻറ്റ്. അപ്പോൾ പല അക്കൗണ്ടിൽ നിന്ന് പല ആൾക്കാരാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം? എന്നാൽ ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടെങ്കിലും വേറെ പേരിൽ നിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോടെ. അതോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണോ ഒരു കസ്തൂരിയുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാക്കണം? അതോ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആരോടെങ്കിലും ദേഷ്യം ഇന്നെപ്പോലെ ദേഷ്യമുള്ള വേറൊരു പെണ്ണിൻ്റെ പേര് വെച്ചിട്ട് അതിൽ അക്കൗണ്ട് തുടങ്ങിയതാണോ? അറിയില്ല. എനിവേ ലിവിങ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ട്രൈങ് ടു ലേബിൾ ഹിം ആസ് എ ബാഡ് വോണ്ട് ഹെൽപ്പ് യു ഹീൽ ഇൻ എനിവേ. എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട് ആക്ച്വലി, സത്യമായിട്ട്. കാരണം ഞാൻ കുറേ കാലമായിട്ട് പേടി കാരണം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, ഇനി എല്ലാ കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനത്തെ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. സോ എനിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I don't hate Kerala, but it's the other way around that makes me very cautious about Kerala. വീണ്ടും കേരളത്തിനെ പറ്റിയിട്ട് Keralites have cultural racism. ഓക്കെ, റേസിസ്റ്റുകളാണ് ടുവേർഡ്സ് തമിഴ് ആൻഡ് ഹേർഡ് അബൌട്ട് മെനി ബാഡ് ഇൻസിഡൻസ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളും അതുപോലെ തന്നെ വിജയ്, അതുപോലെ തന്നെ രജനികാന്ത്, അതുപോലെ സൂര്യ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സിനിമയെക്കാളും കൂടുതൽ കളക്ഷനൊക്കെ നേടുന്ന ഒരു സ്ഥലമാണ് കേരള. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. Therefore I won't support a തമിഴ് മാരിയിങ് എ മലയാളി. എന്നിട്ട് സ്വന്തം സിസ്റ്ററും ബ്രദറൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഈ ഒരു മലയാളീനെ കെട്ടാൻ ശ്രമിച്ചത്? അത് ഇതുപോലെ കളയാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങളുടെ ലിവറിൻ്റെ പ്രശ്നം കാരണം നിങ്ങൾക്കൊരു മെഡിക്കൽ ഹെൽപ്പ് വേണമായിരുന്നു. അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പണി തന്നതാണ്. എനിവേ യു ഷുഡ് ബി ഹാപ്പി ആൻഡ് ഇൻകോമ്പാറ്റബിൾ റിലേഷൻ എൻഡഡ്. ഓ, ഇതൊക്കെ നിങ്ങൾ ഒരു വെൽവിഷറായിട്ട് ഇൻകോമ്പാറ്റബിൾ റിലേഷൻഷിപ്പ് ഒക്കെയാണ് നിങ്ങളോട് പറഞ്ഞു. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇൻകോമ്പാറ്റബിൾ റിലേഷൻഷിപ്പാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ പറയുന്നത് വെൽവിഷറാണ്. ചിലർ പറഞ്ഞു ഞാൻ ബ്രദറായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ചില സമയത്ത് നിങ്ങൾ തന്നെ ഓരോന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരേ പേരിൽ ഒരാൾ തന്നെ കമൻറ്റ് ചെയ്യുക, പല ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വിരോധാഭാസങ്ങൾ ഉണ്ടാവാണ്ടിരിക്കും. ഓക്കെ. Elizabeth was fixated on me and was making videos about my comments. സീരിയസ്ലി ഞാൻ ഫിക്സേറ്റഡ് ആണ്. നിങ്ങളുടെ കമൻറ്റ്സ് മാത്രം ഞാൻ നോക്കിയിട്ട് നടന്നിരുന്നത്. സീരിയസ്ലി, കാരണം നിങ്ങളാണ് ഇത്ര പേഴ്സണലി ഉള്ള കമൻറ്റ്സ് ഇടുന്നത്. ആദ്യം ഒരാളിട്ടുണ്ടായിരുന്നു, ആ കമൻറ്റ് ഞാൻ കണ്ടിരുന്നത്, അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ പല ആൾക്കാരും ഓൾറെഡി ഞാൻ ചെയ്യണതിൻ്റെ മുമ്പ് ആ വീഡിയോകളൊക്കെ ചെയ്ത കാരണമാണ് അയാളിനെ വിട്ടത്. ഓൾറെഡി അത് അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഓൾറെഡി അതൊക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. ആരാളാണ് ആ കമൻറ്റ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റുകൾ കണ്ടത് കണ്ടിന്യൂസ് ആയിട്ട്. അതും ഇപ്പോൾ കുറച്ച് നിങ്ങളുടെ വാക്കിലൊക്കെ കുറച്ച് ശുദ്ധി വന്നിരിക്കുന്നു. പക്ഷേ ഇതിന് മുമ്പ് ഭയങ്കര വൃത്തിയായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ നിങ്ങൾ കുറച്ച് ഡിലീറ്റഡ് ആയിട്ടുള്ള കമൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. വുമൻ കാർഡ്, പ്രഗ്നൻസി കാർഡൊക്കെ പിന്നെ ഇറക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും അത് ഇറക്കാൻ പാടില്ല, അവർക്ക് മാത്രമുള്ള കുത്തകയാണത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഓക്കെ ടു ഗെറ്റ് വൺ ബാഡ് കമൻറ്റ് അബൌട്ട് ഹെർ. നിങ്ങൾ എൻ്റെ 100 കമൻറ്റും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യുക? മറ്റേത് 100 ആൾക്കാരാണ് 100 കമൻറ്റ് ഇട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരാളിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യണം. ഇസ് ഷീ ദ വൺ ഹു ഹാസ് ഹാസ് ഫീലിംഗ്സ് ആൻഡ് ഡിഗ്നിറ്റി? ബാക്കിയുള്ളവർക്കൊന്നും ഡിഗ്നിറ്റി ഇല്ല, എനിക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി പോകുന്നതും. അതുപോലെ തന്നെ ഇനി ഈ വീഡിയോ ഇത്ര പേടിച്ചിട്ട് നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഇനി ഇതൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചത്. ഡിഗ്നിറ്റി ഇല്ലാത്ത ആൾക്കാർ പലതും ചെയ്യും. അത് മാത്രമല്ല ചിലപ്പോൾ കൊല്ലും ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അതിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം. All over your investigation skill is excellent. You should join CBI. I am an average neuron. I support you. My love unconditional. Oh my God, unconditional comment. മനുഷ്യനിവിടെ ഒരാൾ വയ്യാണ്ട് എടുക്കാൻ കല്യാണം കഴിഞ്ഞ ഓരോ 2 മാസം 10 ദിവസമാണ് ICU അതുപോലെ തന്നെ റൂം എന്ന് പറഞ്ഞിട്ട് ഓരോ 2 മാസം അഡ്മിറ്റായിട്ട് പേടിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇത് ചെയ്തിട്ടൊക്കെയാണ് കടന്നുപോയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ക്രൈം, ഇത് പോലീസ് അന്വേഷണം, അതുപോലെ തന്നെ ഇടയിൽ ഓരോ പറ്റിക്കൽ, അതിൻ്റെ ഇടയിൽ ഫിസ്റ്റുല സർജറി, അതിൻ്റെ ഇടയിൽ മോഷൻ കഴുകൽ വല്ലാത്ത മോഷൻ കഴുകലായിരുന്നു. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഒക്കെ ഉള്ള കാരണം അങ്ങനെ
പെയിൻ ഉള്ളുമ്പോൾ 10-20 തവണ പോകും. ഞാൻ പെയിൻ സഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നില്ല, പക്ഷേ അതൊക്കെ കഴിക്കാനായിട്ട് ചവിട്ടി ചവിട്ടുമ്പോൾ അതൊക്കെ പറയേണ്ട കാര്യമാണല്ലോ. പിന്നെന്താ ടൈഫോയിഡ്, പിന്നെന്താ പിന്നെ എല്ലാ കേസിലും നമ്മൾ അതിനെ പ്രതിയാക്കുകയാണല്ലോ. എല്ലാത്തിലും കൊണ്ടുപോയിട്ട് അതിലേക്ക് കൂട്ടുപ്രതിയാക്കുക. അടിപൊളി. അൺകണ്ടീഷണൽ ലവ് അടിപൊളി. നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് എന്തുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിചാരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളായിരിക്കും അൺകണ്ടീഷണൽ ലവ് കൊണ്ട് തന്നെ. ഓക്കെ, അല്ലാണ്ട് അത്രമാത്രം സംഭവങ്ങളൊന്നുമല്ല. ഐ ഹാവ് മെൻഷൻ ഫ്യൂ ടൈംസ് ഐ ആം ജസ്റ്റ് എ ഫാൻ ആൻഡ് വെൽവിഷർ. ഓ മൈ ഗോഡ്, വെൽവിഷർക്കൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് ആൾക്കാർ പറഞ്ഞത് ഇന്ന റൂമിലിരുത്തിയിട്ട് പുറത്ത് വരുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും പറഞ്ഞു മാഡത്തിന് ആക്ച്വലി വട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ വരുന്ന കേസുകളൊന്നും ഞങ്ങൾ ആദ്യം പറയാണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ വയ്യാണ്ടിരിക്കുമ്പോൾ നോക്കണം കണ്ടിട്ട് ഞങ്ങൾക്ക് വിഷമമായിട്ട് പറഞ്ഞാണ് ഇവിടുന്ന് പൊക്കോളൂ, നിങ്ങൾ അതിനെ ചതിക്കുകയാണ്, ഞങ്ങളിത് കുറേ കാലമായിട്ട് സഹിക്കുകയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇത് എവിടെയും വന്നിട്ട് പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനെ ആപത്താണ്, ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് പ്രതികരണ ശേഷിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് വട്ടാന്നും അങ്ങനത്തെ കേസുകളൊക്കെ ഓൾറെഡി പറഞ്ഞ് പരത്തി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഓൾറെഡി അറിയുന്ന ആളുമാണ്. ഐ പേഴ്സണലി ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് എനിവൺ. ഓ മൈ ഗോഡ്, അത് അടിപൊളി. പക്ഷേ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല, എനിക്ക് കല്യാണം കഴിക്കാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ എനിക്ക് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമില്ല. പേഴ്സണലി ഞാനൊന്നും ആരെ പറ്റിയിട്ടും പറഞ്ഞിട്ടില്ല. ഹൗവർ ഐ വോണ്ട് അക്സെപ്റ്റ് ബാഡ് കമൻറ്റ്സ് ലൈക്ക് NPD, വുമനൈസർ എക്സെട്ര. വുമനൈസർ നിങ്ങൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ ഡിഫെൻഡ് ചെയ്യും. കറക്റ്റ് പോയിന്റ് ഇപ്പോഴാണ് എത്തിയത്. ഐ വോണ്ട് ഡിഫെൻഡ് മൈ ഓൺ ബ്രദർ. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണിത് പറയണതെന്ന്. അത് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ പല വീഡിയോകളിലും നിങ്ങൾ ലൈക്ക് മൈ ഓൺ സിസ്റ്റർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കമൻറ്റ് ഇട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ പല കമൻറ്റുകളും, അതുപോലെ തന്നെ മലയാളികളോടുള്ള ദേഷ്യം ഞാൻ പല സമയത്ത് ഇവരും ഇയാളും കൂടി സംസാരിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഈ മലയാളികളൊക്കെ ഇങ്ങനെയാണെന്നും അതുപോലെയൊക്കെ പറഞ്ഞിട്ട് പറയണ പല തവണയും കേട്ടിട്ടുണ്ട്. സോ സെയിം ടോണാണ്. അത് ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സ്കില്ലായിരിക്കാം, ചിലപ്പോൾ എൻ്റെ മെൻ്റൽ ഇൽനെസ് കൊണ്ട് തോന്നുന്നതായിരിക്കാം, അറിയില്ല. ബട്ട് ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് പറഞ്ഞു, വെൽവിഷർ, അതുപോലെ തന്നെ ഫാൻ, ഇപ്പോൾ മൈ ഓൺ ബ്രദർ പറയുന്നുണ്ട്, ഓൺ സിസ്റ്റർ ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് പോയിന്റ് ഇവിടെ വന്നു. ഐ വിൽ കൺവേ ദം ദ പെയിൻ ഓഫ് സച്ച് വേർഡ്സ് ഇൻ മൈ റിപ്ലൈ, ദാറ്റ്സ് ഓൾ. ഒരാൾക്ക് അങ്ങനെ പെയിൻ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ളവരുടെ മെഡിക്കൽ ലൈസൻസ് കട്ട് ചെയ്യും. ഈവൻ എന്തൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. I never hide or delete any comments. I don't know why some people are mentioning about not being able to see the comments. എനിക്ക് നിങ്ങൾ എന്താണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടു. ഓൾറെഡി ഞാൻ മുമ്പിട്ട് കമൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഹൈഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയരുത്. കാരണം നിങ്ങളുടെ ഭാഷയിൽ ഭയങ്കര ശുദ്ധി വന്നിട്ടുണ്ട്. ആദ്യത്തെ കമൻറ്റുകളിൽ വന്നിട്ടുള്ള ആ ഒരു ശുദ്ധി അല്ലെങ്കിൽ ആ ഒരു വൃത്തിയേട് അല്ല ഇപ്പോഴത്തെ കമൻറ്റുകളിൽ വരുന്നത്. ഒന്ന് പോളിഷ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഇടുന്നത്. അതിൻ്റെ ഉദ്ദേശം ആ കാര്യം കാണുന്നതാണല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പക്ഷേ പേടിക്കേണ്ട കാര്യം എന്താ? എല്ലാ തരത്തിലുള്ള ബലല്ലേ, അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല വട്ട് കേസ് പറയണതിനെ എന്തിനാണ് വിശ്വസിക്കേണ്ട കാര്യം? സോ ഹൗ ഇസ് ദ മെൻ്റലി ഇൽ എലിസബത്ത് റിവെഞ്ച് ഗെയിം ഗോയിങ് ഓൺ? ഇസ് അമൃത മേക്കിംഗ് ഹർ സ്ക്രിപ്റ്റ്സ്? ഓ മൈ ഗോഡ്, എന്ത് വന്നാലും അമൃതേനെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇനി അറ്റാക്ക് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണത്? മനസ്സിലാവുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയണത്. എലിസബത്ത് റിവെഞ്ച് ഗെയിം, ഈ മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെ റിവെഞ്ച് ഗെയിമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കും സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് അമൃതയുടെ പേരിട്ടുണ്ടാവുക. ഓക്കെ, ഡസ് എനിവൺ നോ ദ റിയൽ ഡീറ്റെയിൽസ്? ഐ ഹേർഡ് മോസ്റ്റ് മലയാളീസ് ഫൂൾസ് ഫെൽ ഫോർ ദർ ഗെയിം പ്ലേ ആൻഡ് സപ്പോർട്ടിംഗ് ദാറ്റ് സിക്ക് വുമൻ. ഓക്കെ, ഞാനായിരിക്കും ആ സിക്ക് വുമൻ. ഇസ് ദർ എനിവൺ വിത്ത് ബ്രെയിൻ ഹിയർ ഹു നോസ് റിയൽ ഫാക്ട്സ്? ഓക്കെ, റിയൽ ഫാക്ട്സ് അറിയില്ലെങ്കിൽ ആ റിയൽ ഫാക്ട്സ് ഒക്കെ ഒന്ന് വിളിച്ച് പറയൂ. നിങ്ങൾക്കല്ലേ ആൾക്കാരുള്ളത് പറയാൻ വേണ്ടിയിട്ട് കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്, പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പല ലിങ്കുകളുണ്ട്, പല തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോകൾ വരും. അത് കിടക്കട്ടെ, അടുത്ത വീഡിയോ കിടക്കട്ടെ. ഇതൊന്നുമില്ല, ഈ അക്കൗണ്ടിൽ നിന്നാണ് വന്നോണേന്ന് ഞാൻ ഒന്നും കൂടി സ്ക്രീൻഷോട്ട് എടുത്തിട്ടതാണ്. B2Q എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം. അതായത് ഇവരെ അക്കൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇത് കാണാം. വീണ്ടും മലയാളി വിരോധം. യു ഗോ ആൻഡ് ക്രൈ വിത്ത് കേരള മീഡിയ. ഇറ്റ് വിൽ വർക്ക് വിത്ത് ഓൾ ദോസ് റേസിസ്റ്റ് പീപ്പിൾ. മൈ ഗോഡ്, കേരളയിൽ റേസിസ്റ്റ് പീപ്പിൾ. ഞാൻ എത്രമാത്രം അവിടെ റേസിസം ഉണ്ടായിരുന്നു എന്ന് ആ വീട്ടിൽ കണ്ടതായിരുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു കേരളത്തിൽ റേസിസ്റ്റ് പീപ്പിളാണെന്ന്. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് അവരെ ഇത്ര നന്നായിട്ട് കൊണ്ടു നടക്കണം, ഇത്രയ്ക്കൊക്കെ കാണിച്ചിട്ടടക്കം അവരെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. ഒരു ആൾക്കാർ പോലും ഒരു ലോ പോലും അയാൾക്കെതിരെ പോകണില്ല. എന്നിട്ടും റേസിസ്റ്റ് പീപ്പിൾ എന്നാണ് പറയണത്. മാത്രമല്ല പുള്ളിയാണെങ്കിൽ പറയണമെങ്കിൽ ഇന്ന അറസ്റ്റ് ചെയ്താൽ ഇവിടെ ഇലക്ഷൻ പോലും നടക്കില്ല, ഫണ്ട് വരില്ല അങ്ങോട്ട്. എനിക്കറിയില്ല പുള്ളിക്ക് എവിടെ നിന്ന് എത്ര ഫണ്ട് എന്ന്. പക്ഷേ പുള്ളി പറയുന്നത് പുള്ളിനെ അറസ്റ്റ് ചെയ്താൽ ഒരിക്കലും ഇലക്ഷൻ പോലും നടക്കില്ല എന്നാണ് പറയണത്. അതെനിക്കറിയില്ല അതിൻ്റെ ഫാക്ട് എന്താണെന്ന്. ഞാൻ ആർക്കും കാശ് കൊടുക്കണമെന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ഈവൻ എൻ്റെ ഇറക്കം ഒരു പെണ്ണിനൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി കേസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളടുത്ത വീഡിയോകളിൽ പറയുന്ന സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടായിട്ടുണ്ടാവും ഇങ്ങനെ അപ്പൻ്റെ സ്വത്തൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പോൾ അതിൽ 10-20 കോടി വന്നു എന്നാണ് കേൾക്കണേ. അതിൽ 6 കോടി സംതിങ് വൈറ്റ് മണി ആയിട്ടും ബാക്കിയൊക്കെ ബ്ലാക്ക് മണി ആയിട്ടും ആണ് വന്നതെന്നാണ് കേട്ട് കേൾവി. അതിൽ 1 കോടി പോയിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ, ഇങ്ങനെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ കയ്യിലും, അതുപോലെ തന്നെ പിന്നത്തെ കുറച്ച് കാശ് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ
അടുത്ത വേണ്ടപ്പെട്ട എല്ലാ ക്രൈമിനെയും പാർട്ട്ണറായിട്ടുള്ള ഒരാളുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എന്നൊക്കെയാണ് കേട്ട്. അതുപോലെ തന്നെ ആ ഒരു ഇതിൽ കാറും എടുത്തു എന്നൊക്കെയാണ് കേട്ട് കേൾവി. ഇതിലൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ കേട്ട് കേൾവികളും എല്ലാതും എനിക്കറിയണം. ഇതൊക്കെ ഈ ഒരു വീഡിയോകളിൽ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ വരുന്ന വീഡിയോ മാത്രമല്ല, ഇനി വരുന്ന വീഡിയോകളിലൊക്കെ പറയാമെന്നാണ് വിചാരിച്ചത്. മാത്രമല്ല ഓക്കെ, ഈ പറയണമൊക്കെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത്ര കള്ളപ്പണമൊക്കെ വന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഇനി അത് പറഞ്ഞതാണ് തെറ്റെങ്കിൽ നിങ്ങൾക്ക് കേസെടുക്കാം. ഞാൻ ഏത് ജയിലിലേക്കും വരാൻ തയ്യാറാണ്. 100% ഷുവർ, നോ പ്രോബ്ലം. ഓക്കെ. ആസ് ദ ചാനൽ ഹു ഡിലീറ്റഡ് മൈ കമൻറ്റ്. ആക്ച്വലി ഈ ചാനലായിട്ട് തന്നെ നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ചാനലുണ്ടെന്ന് അറിയാം, ബട്ട് അതിക്ക് കറക്റ്റ് അറിയാത്ത കാരണമാണ് ഒരു പ്രശ്നം. പിന്നെ യു പ്ലീസ് ഫോക്കസ് ഓൺ മെൻ്റലി ഇൽ എലിസബത്ത് ആൻഡ് മാനിപ്പുലേറ്റീവ് ഡ്രാമ ക്വീൻ അമൃത ആൻഡ് ആസ്ക് ദം ടു ഗെറ്റ് ട്രീറ്റ്മെൻറ്റ്. ഓ, അപ്പോൾ മാനിപ്പുലേഷനും ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് വേണം, എനിക്കും ട്രീറ്റ്മെൻറ്റ് വേണം. ഓ മൈ ഗോഡ്. ബാക്കിയുള്ള ആർക്കും ട്രീറ്റ്മെൻറ്റ് വേണ്ട, ബാക്കി എല്ലാവരും അവിടെ നോർമലായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, വെരി നൈസ്. പിന്നെ എന്തുകൊണ്ടാണ് അമൃതയുടെയും എലിസബത്തിൻ്റെയും മിസറിയുടെ റെസ്പോൺസിബിൾ അവരല്ല, അവരെന്നെയാണ് റെസ്പോൺസിബിൾ. അപ്പോൾ ഈ ചെയ്തൊന്നും കുഴപ്പമില്ല, ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിലിട്ട് പീഡിപ്പിച്ചത് കുഴപ്പമില്ല. എന്താണ് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കണേ. അത് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ ഇവർ ദേഷ്യത്തിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് എൻ്റെ മോത്തിക്ക് എറിഞ്ഞു. ആ മുഖം ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ബാക്കിലത്തെ ഷെൽഫിൽ കൊണ്ടു. ഷെൽഫ് ഗ്ലാസ് ആയിരുന്നു, ഗ്ലാസ് പൊട്ടി. ഇവൻ ആ ഗ്ലാസ് പൊട്ടിയിട്ട് എൻ്റെ കഴുത്തിലൊക്കെ വെള്ളം, ആ ഗ്ലാസ് പൊട്ടിയിട്ട് എൻ്റെ കണ്ണിൽ വെള്ളം, കാരണം എൻ്റെ മുഖത്തിൻ്റെ ഡയറക്ഷനിലാണ് എറിഞ്ഞത്. അപ്പോൾ അതൊന്നും മിസറി അല്ല. അപ്പോൾ പറഞ്ഞ ഒരു ഇതുണ്ട്, അവൻ സിനിമ നടനല്ലേ എന്ന്. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു പെണ്ണിനെ അങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് ഭയങ്കര കഷ്ടം. അത് കഴിഞ്ഞിട്ട് അത് നാണല്ലാണ്ട് എൻ്റെ വീട്ടിലേക്ക് ഇതൊക്കെ വിളിച്ചിട്ട് പറയാൻ പോലീസിനെ കൊണ്ടും ഇയാളും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇയാളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു. അതും അമ്മയോട് പറഞ്ഞു എന്നപ്പോൾ പറഞ്ഞില്ല, ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അടിപൊളി. ഇതൊന്നും ചെയ്തിട്ട് റെസ്പോൺസിബിൾ അല്ല മിസറിക്ക്. അപ്പോൾ ഈ അടിക്കണമൊക്കെ പിന്നെ എന്താണാവോ, ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി കിട്ടുക, ആർക്കെങ്കിലും ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അതിനെ നമുക്ക് മുഖത്തേക്കൊരു അടി കഴിഞ്ഞാൽ നമുക്കൊരു 5-6 സെക്കൻഡ് ഗ്രേ കളറാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ ആയിരിക്കും തന്നെ കൈകൊണ്ടടിക്കണം. നമുക്ക് വട്ടാണല്ലോ, അതുകൊണ്ട് നമ്മൾ തന്നെ കൈകൊണ്ടടിച്ചിട്ട് ഉണ്ടാക്കണമായിരിക്കും. ശരി. ഓ, ഈ പെണ്ണുമ്പിള്ള വിട്ടിട്ടില്ല. എലിസബത്ത് നീഡ് സപ്പോർട്ട് ഫ്രം എ സൈക്കാട്രിസ്റ്റ് ആൻഡ് ഹർ ഓൺ ഫാമിലി. ഓൺ ഫാമിലിനെ സഹായിക്കുന്ന കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. എൻ്റെ ഡാഡിയും മമ്മിയും ഇടം വലം പില്ലേഴ്സ് പോലെ നിൽക്കുന്നുണ്ട്. സോ എൻ്റെ ഓൺ ഫാമിലി നല്ല സപ്പോർട്ടാണ്, അല്ലാണ്ട് നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സൈക്കാട്രിസ്റ്റ് സപ്പോർട്ട് അതും എനിക്കുണ്ട്. സൈക്കാട്രിസ്റ്റ് സപ്പോർട്ട് ഉണ്ട്. Fools who cry for women, sympathize for women, believe whatever they say, can support too, but she can marry or practice medicine. അത് ഒരു തരത്തിലും വിട്ടിട്ടില്ല. അവർ ഉറപ്പിച്ചിട്ട് എനിക്ക് ഇനി ഒരു കല്യാണം അവർ നടത്തില്ല, എൻ്റെ ഒരു മെഡിസിനും പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. നടത്ത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യേ. കാണിച്ചത് എന്നെ കൊണ്ട് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതിരിക്കാനും അതുപോലെ തന്നെ മാരേജ് എനിക്ക് ഇനി വലിയ താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെയ്താലോ എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാതെ എനിക്ക് വലിയ കുഴപ്പമില്ല, നിങ്ങളത് ക്യാൻസൽ ചെയ്താലും വലിയ പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ഫിറ്റ്നസ് ഉണ്ട് അത് ചെയ്യാറുള്ളത്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടാനില്ല. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യേണ്ടി വന്നതും ഇനിയുമുള്ള കള്ളത്തരങ്ങളൊക്കെ ഇനി പറയാൻ പോകുന്നതൊക്കെ നിങ്ങളൊന്നും ആക്ഷൻ എടുക്കാത്ത കാരണമാണെന്നുള്ളത് വേറെ കാര്യം. ബോത്ത് ആർ നോട്ട് അലൗഡ് അണ്ടർ ഇന്ത്യൻ ലോ. സോ പുള്ളിക്കാരി വക്കീലും കൂടിയാണ്, അതുകൊണ്ടാണ് ബോത്ത് ആർ നോട്ട് അലൗഡ് അണ്ടർ ഇന്ത്യൻ ലോ എന്നൊക്കെ പുള്ളിക്കാരി പഠിച്ചിട്ട് പറയുന്നത്. എനിക്ക് മാരേജ് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടീസ് മെഡിസിൻ. കുറച്ച് മുമ്പത്തെ കമൻറ്റിൽ പുള്ളിക്കാരി പറഞ്ഞു മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിട്ട് ജീവിക്കാൻ നോക്കുക, അപ്പോൾ ഇതിൻ്റെ വിഷമം മാറുന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്. എന്താണ് നിങ്ങൾ പല കമൻറ്റുകളിൽ വന്നിട്ട് പല ആൾക്കാരാണോ കമൻറ്റ് തന്നെ ഒരു അക്കൗണ്ട് തന്നെ പല ആൾക്കാരെന്നെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ അറിയാം. ഷീ ഈസ് എ ഗുഡ് ലേഡി, യൂസസ് ഹെർ ടൈം വൈസ്ലി, ലിവിങ് ഹെർ ലൈഫ്. അതൊക്കെ ഭയങ്കര നന്നായിട്ട് അറിയില്ല. കാരണം ഞാൻ ഓൾറെഡി ഉള്ള സമയത്ത് കോളുകളും അതുപോലെ തന്നെ പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എൻ്റെ കുട്ടീനെ പോലെ തന്നെ കാണുന്ന ഒരാളാണ്, ഓർഫനാണ്, ആ കുട്ടിക്ക് വട്ടാണ്. അപ്പം ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും വട്ടായിട്ട് ഇയാൾ ഓൾറെഡി ചാപ്പ കുത്തിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ വട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്ത വളർത്തിയ കുട്ടിയാണല്ലോ, അതുകൊണ്ടുള്ള സ്നേഹത്തോട് ഞാൻ റിപ്ലൈ ചെയ്യണം. നീ എന്താ എൻ്റെ കുട്ടീനെ ഞാൻ പോയിട്ട് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യോ? ഞാൻ എൻ്റെ കുട്ടീനെ പോലെ കാണുന്ന കുട്ടീനെ എങ്ങനെ കാണുന്നതെന്ന് എന്നിട്ടാണ് നമ്മൾ കുറേ കേസുകൾ കണ്ടുല്ലോ, കുട്ടീനെ എങ്ങനെ കാണുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ തെറ്റില്ല ഈ ചെയ്യണമൊക്കെ. പിന്നെ വേറൊരാൾ ഓൾറെഡി ഇങ്ങനെ എൻ്റെ വൈഫാണ് ഓക്കെ, നിങ്ങൾ ലീഗലി മാരേജ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? ഓക്കെ, എന്നാലും വീഡിയോയിലൊക്കെ എൻ്റെ വൈഫാന്നൊക്കെ പറയുന്നല്ലോ. എന്നിട്ടും പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാതിരി കമൻറ്റ് മെസ്സേജുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ വൃത്തിയിട്ട കോളുകളൊക്കെ ചെയ്ത നിങ്ങൾ ഗുഡ് ലേഡി. ഞാൻ പ്രാന്തി. ഓക്കെ, എനിക്ക് പ്രാന്താന്ന് തന്നെ ആയിരിക്കും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങളെന്നെ പുള്ളീനെ. അപ്പോൾ ഇത്രയ്ക്കും പ്രാന്തായിട്ടുള്ള ഒരാളിനെ, ഇറക്കി വിട്ട ഒരാളിനെ വീണ്ടും അസുഖമായിട്ട് ഒരു രാത്രി 3 മണിക്ക് ചോര ഛർദ്ദിച്ചിട്ട് പിന്നെ വീഡിയോ കോൾ വിളിക്കുക. നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കും, ഞാൻ ഈവൻ ഈ ബാൻഡിങ്ങും എൻഡോസ്കോപ്പി ഒന്നും ചെയ്യില്ല, നീ വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ കുന്നോളത്താണ് ആ സമയത്ത്, പുള്ളി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതിന് ഇത്ര വട്ട് കേസും ഫ്രോഡ് കേസും അല്ലെങ്കിൽ എന്തൊക്കെയായിട്ടുള്ള ആൾക്കാരനെ അങ്ങോട്ട് വിളിക്കേണ്ട കാര്യം എന്താ? പക്ഷേ പിന്നെയുള്ള കാര്യം മനസ്സിലായി, പുള്ളി എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു നോക്കിയിട്ട് അവസാനം അവരൊക്കെ പേടിച്ചു ഇനിയിപ്പങ്ങാനും ചത്ത അവരുടെ തലയിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ വിളിക്കാൻ പറ്റുന്നത് ഇങ്ങോട്ടാണല്ലോ, വീട്ടിലേക്ക് വിളിച്ചിട്ട് പിന്നെ ആരും വരില്ല, അത് വേറെ കേസ്. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ട് അവിടെ പണിക്കാരിയായിട്ട് നിർത്തി കുറച്ച് കാലത്തേക്ക്. അപ്പോൾ പണിക്കാരുടെ യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മിനിമം നിങ്ങൾക്ക് പണിക്കാരുടെ വേജെങ്കിലും തരായിരുന്നു, അതുമില്ല, ഫ്രീ കോസ്റ്റ്.
ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രീ കോസ്റ്റുമാണ്, എല്ലാ തെറ്റിത്തരം ചെയ്യാനും പറ്റും. പിന്നെന്താണ്, ഇടയ്ക്ക് ലീഗലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാനും പറ്റും. അതുപോലെ ഇതുപോലത്തെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തോന്നിവാസം പറയിപ്പിക്കാനും പറ്റും. എന്നിട്ട് പിന്നെ ചില മാലാകന്മാർ സ്വർഗ്ഗത്തു നിന്ന് ഇറങ്ങി വരും. ആക്ച്വലി ഞാൻ ഇവരെ ഞാൻ കണ്ടിട്ടില്ല, ഈ പറഞ്ഞ പുതിയ ഭാര്യനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഞാനുള്ള സമയത്ത് പുള്ളിക്കാരിയില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ട് വേറൊരു പട്ടിക്കുട്ടീനെ, നമ്മുടെ നിയോ ബേബിക്ക് കുട്ടികളുണ്ടായിരുന്നു എന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ നിയോ ബേബിയുടെ ഒരു കുട്ടീനെ വിറ്റ പെണ്ണിനെ കുറച്ച് കാലം അവിടെ കൊണ്ടുപോയി നിർത്തിയായിരുന്നു. അതൊക്കെ അവിടെ പോയിട്ടുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ നമ്മളെ ഇവിടെയൊക്കെ സ്നേഹം ഉണ്ടാവുമല്ലോ, കുറച്ച് കാലം അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചതും കുറച്ച് നേരം സംസാരിച്ചതും കളിച്ചതൊക്കെ ആണല്ലോ. അപ്പോൾ അവരായിട്ടുള്ള ലീലാവിലാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ബർത്ത്ഡേ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും ഏതായിരുന്നു പെണ്ണെന്ന്. അവരൊക്കെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അവരെ ഇറക്കി വിട്ടുവെന്നും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയണം, നിങ്ങൾ ഏത് നിലയിലാണ്, ഞാൻ ഏത് നിലയിലാണ് അറിയണം എന്നൊക്കെയാണ് അവരോട് പറഞ്ഞതെന്നൊക്കെയാണ് കേൾക്കണേ. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഇപ്പോൾ ഈ പുതിയ ലേഡി. അവർ ഞാൻ മെഡിസിൻ തെറ്റിക്കൊടുത്തൊക്കെ എങ്ങനെ കണ്ടു എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഈ മെഡിസിൻ തെറ്റിക്കൊടുത്ത കഥയൊക്കെ കുറേ ആൾക്കാരോട് ഇയാൾ എനിക്ക് തെറ്റായിട്ടുള്ള മെഡിസിനാണ് തരണേന്ന് ഒക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരു ആക്ടറിനോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം, ഇനിയൊരു പെണ്ണും അവൻ്റെ വീട്ടിൽ കയറില്ല, എലിസബത്ത് മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇയാൾ മുമ്പേ അതൊക്കെ ഇയാൾ എപ്പോഴും മാനിപ്പുലേറ്റീവായിട്ട് ഞാൻ ഈ പുള്ളിയുടെ വീട്ടിൽ കാല് കുത്തുന്നതിന് മുമ്പ് എങ്ങനെ ഇറക്കി വിടണമെന്ന് പ്ലാൻ ചെയ്ത ആളാണ്. സോ വെരി മാനിപ്പുലേറ്റീവ് ആളാണ്. സോ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ തെറ്റുള്ളൂ. പക്ഷേ ഈ പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു, എന്നെ കാണാത്ത പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഓൾറെഡി 2-3 പെണ്ണുങ്ങൾ ഓൾറെഡി വന്ന് അവിടെ നിന്ന് പോയിട്ടുണ്ട്, അവനൊക്കെ ചതിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഡൗട്ട്ഫുൾ ക്വസ്റ്റൻ ആണ്. എല്ലാവരും പറയണത് ഇൻ്റെ തെറ്റ് ഈ പെണ്ണ് കണ്ടുപിടിച്ചു, ഈ മാലാഖി ഇല്ലെങ്കിൽ പുള്ളി ചത്തരുന്നു എന്നൊക്കെയാണ് പറയണത്. സോ അതെനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഇവരുടെ ഫോണിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ കമൻ്റ് അല്ല വാട്സാപ്പ് മെസ്സേജുകളിലൂടെയും മാത്രമാണ് കണ്ടിട്ടുള്ളൂ. Well, my comments are reply to your negativity. If you throw negativity at others, positivity won't come to you. ഓക്കെ, ചിലരുടെ സപ്പോർട്ടേഴ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല. ആ സപ്പോർട്ടേഴ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടറിയാം. അത് ഓൾറെഡി യൂട്യൂബിൽ പല ആൾക്കാരും റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. ആരാണ്, ഞാൻ അവരുടെ പേരൊന്നും പറയില്ല, ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് നിന്ന് വന്നതാണ്. പിന്നെ അത് ആരുടെയാണ് ആ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചതാണ്. ഇറ്റ്സ് അതർ ഹു ഹാവ് ബീൻ മേക്കിംഗ് ബാഡ് കമൻറ്റ്സ് അബൌട്ട് that person for that past several months, such as NPD, fraud, etc. Also many legal cases from other side. Legal casesന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ലീഗൽ കേസിൻ്റെ കാര്യങ്ങൾ അടുത്ത ഇതിലൊക്കെ വരുന്നതായിരിക്കും എനിക്കറിയണത്. If you accuse someone to try damage their reputation, then there will be a reaction in some way. Mine is only a reaction. അതെപ്പോഴും പറയുന്ന ഡയലോഗ്, for every action there is a reaction. ഇൻ്റെ റിയാക്ഷൻ എന്നത് റിയാക്ഷൻ, മുന്നത് ആക്ഷൻ, ആക്ഷൻ ഉണ്ടായ എപ്പോഴും റിയാക്ഷൻ ഉണ്ടെന്ന് ഓർക്കണം. ഇതിൽ എനിക്ക് വീണ്ടും ഡൗട്ട്, ആരാണ് ഈ കസ്തൂരി എന്നുള്ളത്. ഐ ഡോണ്ട് ഹാവ് എനി ഇൻറ്റൻഷൻ ടു ഹാം എനിവൺ. ഓ മൈ ഗോഡ്, ഹാം എനിവൺ ഇൻറ്റൻഷൻ ഇല്ലാണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയണത്. എനിക്ക്